فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 79-ാമത്തെ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഈ ആയത്തിന്റെ പൊതുവിലുള്ള താല്പര്യവും ചെറിയ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. യഹൂദികളിൽപ്പെട്ട പണ്ഡിതന്മാർ അവർ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ വേദഗ്രന്ഥത്തെ വികലമാക്കുകയും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ മതത്തിൻ്റെയും പേരിൽ ധാരാളം കളവുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അനീതി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത യഹൂദികളിൽപ്പെട്ട പണ്ഡിതന്മാർക്കുണ്ടായിരുന്നു. ഈ പണ്ഡിതന്മാർ അവരുടെ വായ കൊണ്ടും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടും അതെല്ലാം അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്, തൗറാത്തിലുള്ളതാണ് എന്ന് യഹൂദികളിലെ സാധാരണക്കാരായ ആളുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ വളരെ ഗൗരവമായി നോക്കിക്കാണുകയും വളരെ ശക്തമായ നിലക്ക് അവരെ അള്ളാഹു വിമർശിക്കുകയും ചെയ്തതാണ് സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ ആയത്ത് പരാമർശിക്കുന്നത്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അപ്പോൾ യാതൊരു കൂട്ടർക്കാണ് നാശമുള്ളത്, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതുന്നു. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, പിന്നീട് ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് അവർ പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഫവൈലുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈലുൻ എന്നത് അറബി ഭാഷയിൽ വളരെ അറിയപ്പെട്ട ഒരു പദമാണ്. നശിച്ചു പോകട്ടെ എന്നറിയിക്കുന്ന അഥവാ ഒരു നശീകരണത്തെ അറിയിക്കുന്ന പദമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തിന് പൂർവികരായ പണ്ഡിതന്മാർ ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് തഫ്സീർ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇമാം തൊബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പ്രശസ്ത പണ്ഡിതനായ അബൂ ഇയാദ് റഹിമഹുല്ല ഈ പദത്തിന് നൽകിയ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൽ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു തരം ജലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങേയറ്റത്തെ നാശം വിതക്കുന്ന വളരെ മോശമായ ഒരു പര്യവസാനം നൽകുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ച ഈ ഒരു പ്രയോഗം. ആർക്കാണ് ഈ അവസ്ഥയുണ്ടാകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതുന്നു. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, പിന്നീട് ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ഖാല, അദ്ദേഹം പറയുകയാണ്, ഹും അഖ്ബാറുൽ യഹൂദ്, അവർ യഹൂദികളുടെ പുരോഹിതന്മാരാണ് എന്നാണ്. ഹും അഖ്ബാറുൽ യഹൂദ്, അവർ യഹൂദികളുടെ പുരോഹിതന്മാരാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വേദഗ്രന്ഥത്തെ മാറ്റിമറിച്ചുകൊണ്ട് തൗറാത്ത് എന്ന മഹത്തായ ഗ്രന്ഥം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത് ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്താണ് സഹോദരങ്ങളെ, ഈ യഹൂദികളിൽപ്പെട്ട പുരോഹിതന്മാർ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തും സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി സുഖമായി ജീവിക്കുവാനാണ് ഈ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഈ ആയത്തിൽ പറയുന്നത് ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, അതുമൂലം തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, യഹൂദ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽപ്പെട്ട ചില ആളുകൾ
അവർ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ ചില ഗ്രന്ഥങ്ങളും ലിഖിതങ്ങളും ഒക്കെ എഴുതുകയും എന്നിട്ട് അത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ പദവിയിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ തിരികെ കയറ്റുന്ന ഒരു സ്വഭാവം, അത് യഹൂദ പണ്ഡിതന്മാർക്കിടയിൽ പതിവായ ഒരു പ്രവണതയായിരുന്നു എന്നാണ്. ഈ രൂപത്തിൽ ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ചെയ്ത ഈ പ്രവർത്തനം കാരണം അവർക്ക് വലിയ നാശവും വലിയ ശിക്ഷയുമാണ് വരാനിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ നമ്മെ അറിയിക്കുന്നത്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അങ്ങനെ അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയത് നിമിത്തം അവർക്ക് നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവർ സമ്പാദിക്കുന്നത് നിമിത്തവും അവർക്ക് നാശം എന്നാണ്. ഇവിടെ അവർ രണ്ട് നിലക്ക് ഉൽമ ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തേത്, ഈ യഹൂദ പണ്ഡിതന്മാർ അവർ ശരിയായ ദീന് മറച്ചു വെച്ചുകൊണ്ട് അവർ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതിനെ ദീനായി അവതരിപ്പിച്ചു എന്നതും. രണ്ടാമത്തേത്, അനർഹമായ നിലക്ക് സാധാരണക്കാരുടെ സമ്പത്ത് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന നിലക്കും. ഈ രണ്ട് നിലക്കും ഈ യഹൂദ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത് ഒരു വലിയ അക്രമം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങേയറ്റത്തെ ഖേദവും നിരാശയും നൽകിക്കൊണ്ട് ശക്തിയായ ഒരു ശിക്ഷ തന്നെ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളെ പിടികൂടാൻ പോകുന്നത് എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു താക്കീതാണ് സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഇനി ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പഠിക്കുവാനുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തിൽ തുടർന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.